ഒരു കാലത്ത് ഈ ഭൂമിയിലെ ഏറ്റവും ശക്തന്മാരായ ജീവികൾ ഡൈനോസറുകളായിരുന്നു. ഏകദേശം 160 മില്യൺ വർഷങ്ങളോളം അവർ ഈ ഗ്രഹത്തെ അടക്കി ഭരിച്ചു. കാടുകളിൽ നിന്ന് സമതലങ്ങളിലേക്കും ഭൂഖണ്ഡങ്ങളിലുടനീളവും അവരുടെ ആധിപത്യം വ്യാപിച്ചു. അവരെ വെല്ലുവിളിക്കുവാൻ കഴിയുന്ന ഒന്നും അന്നുണ്ടായിരുന്നില്ല എന്ന് തോന്നിക്കുന്ന ആ സമയത്ത് ബഹിരാകാശത്തിൻ്റെ അഗാധമായ ഇരുട്ടിൽ നിന്നും ഒരു ഭീമൻ പാറ ഭൂമിയിലേക്ക് അതിവേഗതയിൽ അടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആരും അതിനെ ശ്രദ്ധിച്ചില്ല. ആരും അതിൻ്റെ ഭീഷണി മനസ്സിലാക്കിയതുമില്ല. എന്നാൽ ആ ഒരു നിമിഷം തന്നെ എല്ലാം മാറ്റിമറിക്കാൻ പോവുകയായിരുന്നു. ആ ഒരു ഭീകര സംഭവമാണ് ഡൈനോസറുകളുടെ യുഗത്തെ തന്നെ അവസാനിപ്പിച്ചു കളഞ്ഞതും ഭൂമിയുടെ ചരിത്രത്തെ പുതിയ ദിശയിലേക്ക് തിരിച്ചുവിട്ടതും. ഇന്ന് നമ്മൾ അതിഭീകരമായ ആ നിമിഷങ്ങളെല്ലാം കാണാൻ പോവുകയാണ്. $66 മില്യൺ വർഷങ്ങൾക്ക് മുമ്പുള്ള ഭൂമി. മെസോസോയിക് യുഗത്തിലെ ക്രിട്ടീഷ്യസ് കാലഘട്ടത്തിൻ്റെ അവസാന സമയം. പാൻജിയ സൂപ്പർ ഭൂഖണ്ഡത്തിൻ്റെ ഭാഗങ്ങൾ ഏകദേശം പൂർണ്ണമായും വേർപെട്ടിരിക്കുന്നു. ഗ്രഹം ഇന്നത്തെ പോലെ തന്നെ കാണപ്പെട്ടിരുന്നു എങ്കിലും പൂർണ്ണമായും ഇതുപോലെ ആയിരുന്നില്ല. ദക്ഷിണവും വടക്കേ അമേരിക്കയും ഒടുവിൽ വേർപെട്ടു. ക്രിട്ടീഷ്യസ് കാലഘട്ടത്തിൻ്റെ അവസാനം ആഫ്രിക്ക, ഓസ്ട്രേലിയ, ഗ്രീൻലാൻഡ് ഇന്നത്തെ പോലെ തന്നെയായിരുന്നു. പക്ഷേ അതേസമയം യൂറോപ്പിൻ്റെയും ഏഷ്യയുടെയും രൂപരേഖകൾ ഇപ്പോൾ മാത്രമാണ് രൂപപ്പെടാൻ തുടങ്ങിയത്. സൈബീരിയ, മംഗോളിയ, ആൻഡീസ്, കോർഡിലേര പർവ്വതനിരകൾ ഉയർന്നുകൊണ്ടേയിരുന്നു. ഭൂഖണ്ഡങ്ങൾ സജീവമായി രൂപം കൊണ്ടുകൊണ്ടുവരുന്നു. ക്രിട്ടീഷ്യസ് കാലഘട്ടം 79 മില്യൺ വർഷങ്ങളോളം നീണ്ടുനിന്നു. ഇത് മെസോസോയിക് യുഗത്തിലെ ഏറ്റവും നീണ്ട കാലഘട്ടമായി മാറി. ഈ സമയത്ത് ഗ്രഹത്തിൻ്റെ കാലാവസ്ഥ പലതവണ മാറിമറിഞ്ഞു. ഈ കാലഘട്ടത്തിൻ്റെ അവസാനം ഇത് താരതമ്യേന തണുത്തതായി മാറി. ധ്രുവങ്ങളിൽ മഞ്ഞുപാളികൾ രൂപപ്പെട്ടു. ചില സ്ഥലങ്ങളിൽ ശീതകാലങ്ങൾ കൂടുതൽ കടുപ്പമുള്ളതായി മാറി. താപനില -10 വരെ താണു. അലാസ്കയിൽ -45 വരെ കുറഞ്ഞു. എങ്കിലും ലോകം ഇന്നത്തേതിനേക്കാൾ ചൂടായിരുന്നു. സമൃദ്ധമായ സസ്യങ്ങൾ ഭൂഖണ്ഡങ്ങളുടെ ഉപരിതലം മുഴുവൻ മൂടി. ഈ കാലഘട്ടത്തിലാണ് പൂക്കുന്ന സസ്യങ്ങൾ ഉദിച്ചത്. കോണിഫസുകൾ, ജിങ്കോ, മുൻകാലങ്ങളിൽ നിന്നുള്ള മറ്റ് മരങ്ങൾ കനത്ത വനങ്ങളെല്ലാം രൂപപ്പെടുത്തി. ഇവയിൽ ആധുനിക വാൾനട്ട്, ആഷ്, ബീച്ച് എന്നിവയും ഉൾക്കൊണ്ടിരുന്നു. ഈ മരങ്ങളെല്ലാം തങ്ങളെ സൃഷ്ടിച്ച മണ്ണിനു മുകളിലുള്ള പാളിയെ കൂടുതൽ ഫലഭൂയിഷ്ഠമാക്കി മാറ്റി. പുതിയതായി വളരുന്ന സസ്യങ്ങൾക്ക് വേണ്ടി പൂക്കുന്ന സസ്യങ്ങളുടെ വരവോടെ കീടങ്ങളും പരിണമിക്കാൻ തുടങ്ങി. ശലഭങ്ങളും തേനീച്ചകളും പറക്കുവാൻ തുടങ്ങി. അവ പരാഗണം നടത്തി. പരാഗണം ചെയ്ത പൂക്കളിൽ നിന്നും വിത്തുള്ള ഫലങ്ങൾ വികസിച്ചു. ഇത് പക്ഷികൾ ഉൾപ്പെടെ നിരവധി ജീവികൾക്ക് ഭക്ഷണമായി മാറി. ഇതാണ് ചില സസ്യഭോജി ഡൈനോസറുകളും നിരവധി സസ്തനികളും പരിണമിക്കുവാൻ കാരണമായി മാറിയത്. മാംസഭോജികൾ, കുളമ്പുള്ള ജീവികൾ, കീടഭോജികൾ, പ്രൈമേറ്റുകൾ എന്നിവയുടെ എണ്ണം വർദ്ധിച്ചു. അനുകൂല സാഹചര്യങ്ങളിൽ അവ ഇപ്പോഴും ഇന്നത്തേതുപോലെ വലുതായിരുന്നില്ല. അന്നത്തെ സസ്തനികൾ കൂടുതലായി ചെറിയ എലി പോലുള്ളവയും വേട്ടക്കാരുമായിരുന്നു. ഉദാഹരണത്തിന് അർജന്റീനയിൽ 20 സെന്റിമീറ്റർ നീളമുള്ള ഗ്രാനോപിയോ ഡെൻഡിയാക്യൂഡസ് എന്ന ജീവിയുടെ ഫോസിൽ തല കണ്ടെത്തി. ഈ ചെറിയ സസ്തനിയെ നീണ്ട മൂക്കും നീണ്ട പല്ലുകളും കാരണം സൈബർ ടൂത്ത് സ്ക്വാറിൽ എന്നാണ് വിളിക്കുന്നത്. ഈ സ്പീഷ്യസ് ചില കീടങ്ങൾ ഭക്ഷിച്ചിരുന്നിരിക്കാം. പക്ഷേ ഇതിനോടകം വലിയ ജീവികളും ഉണ്ടായിരുന്നു. മഡഗാസ്കറിൽ ഒരു വലിയ ബെൻഡന സെർട്ടീസി മർമോട്ട് എന്ന ജീവിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി. ഈ സസ്യഭോജി സസ്തനിക്ക് അസാധാരണമായ രൂപമായിരുന്നു ഉണ്ടായിരുന്നത്. അതിൻ്റെ തലയോട്ടിയുടെ ഇരുവശങ്ങളിലും സംരക്ഷണത്തിനായി വലിയ കിരീടങ്ങൾ ഉണ്ടായിരുന്നു. ഇതിന് മികച്ച ഗന്ധശക്തിയും ഉണ്ടായിരുന്നു. ഈ ജീവി ഏകദേശം 9 കിലോ വരെ ഭാരവും ഉണ്ടായിരുന്നു. ഇത് ഇന്നത്തെ മർമോട്ടുകളേക്കാൾ 3 മടങ്ങ് വലുതായിരുന്നു. എന്നാൽ റോപ്പനോ മാമസ് ആയിരുന്നു ക്രിട്ടീഷ്യസ് കാലഘട്ടത്തിലെ സസ്തനികളിലെ യഥാർത്ഥ ഭീമൻ. ഇതിന് ഏകദേശം 1 മീറ്റർ നീളമുള്ള ശരീരം ഉണ്ടായിരുന്നു. 12 മുതൽ 14 കിലോ വരെ ഭാരവും ഉണ്ടായിരുന്നു. പുറമേ നോക്കുമ്പോൾ ഇത് ടാസ്മാനിയൻ ഡെബിളിനെയോ ചെറിയൊരു നായയെയോ പോലെ തോന്നിയിരുന്നു. ഈ വേട്ടക്കാരൻ ചെറിയ അല്ലെങ്കിൽ പുതിയതായി വിരിഞ്ഞ ഡൈനോസറുകളെ പോലും വേട്ടയാടിയിരുന്നു. എന്നിരുന്നാലും ഡൈനോസറുകൾ തന്നെയായിരുന്നു പുരാതന പരിണാമത്തിൻ്റെ ഉച്ചസ്ഥാനം. അവർ മെസോസോയിക് ഭക്ഷ്യശൃംഖലയുടെ ഏറ്റവും മുകളിൽ തന്നെ നിലകൊണ്ടിരുന്നു. വിവിധ വലിപ്പത്തിലുള്ള നിരവധി ഡൈനോസർ സ്പീഷീസുകൾ എല്ലാ ഭൂഖണ്ഡങ്ങളിലും വ്യാപിച്ചുകൊണ്ടേയിരുന്നു. ഏറ്റവും ചെറുത് ഓഗ്ഡെൻഡാബിസ്
കോൺഗ്രേ ആയിരുന്നു. ഈ ചെറിയ ദിനോസറിൻ്റെ തല 14 മില്ലിമീറ്ററിൽ കൂടുതലായിരുന്നില്ല. ശാസ്ത്രജ്ഞർ ഇതിൻ്റെ ശരീരത്തിൻ്റെ എല്ലുകൾ ഇതുവരെ കണ്ടെത്തിയിട്ടുമില്ല. എന്നാൽ തലയുടെ വലിപ്പം കണക്കിലെടുത്ത് ഇതൊരു ആധുനിക ഹമ്മിങ് ബേഡിനേക്കാൾ ചെറുതായിരുന്നില്ല. ചില കണക്കുകൾ പ്രകാരം ഭൂമിയിൽ ജീവിച്ച ഏറ്റവും വലിയ ജീവി അലാമോസോറസ് ആയിരുന്നു. ഇവയ്ക്ക് 29 മീറ്റർ ഉയരവും 38 ടൺ ഭാരവും 12 മീറ്റർ നീളവുമുള്ള വാലുണ്ടായിരുന്നു. അങ്ങനെ ആ കാലഘട്ടത്തിൽ ഈ ജീവജാലങ്ങളെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു. ഇമ്പാക്റ്റിന് 5 മണിക്കൂറുകൾ മുമ്പ് ഭൂമിയിലെ ജീവൻ പൂർണ്ണമായും മാറാൻ പോകുന്ന ദിവസം എല്ലാ ജീവികളും അവരുടെ സാധാരണ പ്രവൃത്തികളിൽ തിരക്കിലായിരുന്നു. ചെറുതും വലുതുമായ എല്ലാ ജീവജാലങ്ങളും ഭക്ഷണം തേടുകയും വേട്ടയാടുകയും ചെയ്തു. ഏകദേശം 50 അലാമോസോറസുകളുടെ ഒരു കൂട്ടം പുതിയ പച്ചപ്പിനായി യുക്കാറ്റൻ ഉപദ്വീപിലേക്ക് പോയി. ഈ ഭീകരന്മാർ സസ്യഭോജികളായിരുന്നു. ഇവർക്ക് ദിവസവും ഏകദേശം 1 ടൺ സസ്യം ഭക്ഷിക്കേണ്ടി വന്നു. ഒരു മുഴുവൻ കാടിൻ്റെ ഇലകൾ തിന്നാൽ പോലും അവയ്ക്ക് ചില ദിവസങ്ങളിൽ അത് മതിയാകാതെ വരും. അതിനാൽ ഇവ കുടിയേറുന്ന ജീവിതശൈലിയാണ് നയിച്ചിരുന്നത്. അതേസമയം ഇന്നത്തെ മംഗോളിയയെയും ചൈനയും ഉൾക്കൊള്ളുന്ന പ്രദേശങ്ങളിൽ ജീവിച്ചിരുന്ന ഒരു മധ്യവയസ്സുള്ള ടാർബോസോറസിന് ഭക്ഷണം തേടി പുറപ്പെടേണ്ടി വന്നു. ഏകദേശം 14 മീറ്റർ നീളമുള്ള ഈ സ്പീഷ്യസ് ക്രിട്ടീഷ്യസ് കാലഘട്ടത്തിൽ ഏറ്റവും വലിപ്പം കൂടിയ മാംസഭോജികളിൽ ഒരാളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. നമ്മുടെ ടാർബോസോറസ് വെള്ളപ്പൊക്ക പ്രദേശങ്ങളിൽ വേട്ടയ്ക്കായി പോയി. ഇടത്തരം വലിപ്പമുള്ള ജീവികളും ചെറിയ ദിനോസറുകളുമെല്ലാം വെള്ളം കുടിക്കാൻ വരുന്ന പ്രദേശമാണത്. അതിനാൽ അവിടെ വേട്ടയാടുക എന്നത് വളരെ സൗകര്യപ്രദമായിരിക്കും. ഏതൊരു ടാർബോസോറസിനെയും പോലെ തന്നെ ഇത് 2 കാലുകളിലാണ് നടന്നിരുന്നത്. മുൻകൈകൾ വളരെ ചെറുതായിരുന്നു. എന്നാൽ ഇര പിടിക്കുവാൻ ഈ കൈകളാണ് ഉപയോഗിച്ചിരുന്നത്. ഈ ജീവിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം എന്നത് ഏകദേശം 60ഓളം നീണ്ട മൂർച്ചയുള്ള പല്ലുകളായിരുന്നു. ഇവയ്ക്ക് 85 മില്ലിമീറ്റർ വരെ നീളമുണ്ടായിരുന്നു എന്ന് കണക്കാക്കപ്പെടുന്നു. സമയം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ആ വലിയ കൂട്ടിയിടി സംഭവിക്കുവാൻ വെറും 3 മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. ഇമ്പാക്റ്റ് സംഭവിക്കുന്നതിന് 3 മണിക്കൂറുകൾക്ക് മുമ്പ് വടക്കേ അമേരിക്കയിൽ പാച്ചിസെഫാലോസോറസ് തൻ്റെ ദിനചര്യ തുടരുകയായിരുന്നു. ഏകദേശം 4.5 മീറ്റർ നീളവും 450 കിലോഗ്രാം ഭാരവുമുള്ള ഈ ഡൈനോസറിൻ്റെ തലയൊട്ടി 25 സെൻറ്റിമീറ്റർ കട്ടിയുള്ള അസ്ഥി കൊണ്ട് സംരക്ഷിതമായിരുന്നു. ഇത് ഏറ്റുമുട്ടലുകളിൽ പ്രഹരങ്ങൾ കുറയ്ക്കുവാൻ അതിനെ സഹായിച്ചു. ഇതിൻ്റെ തലയോട്ടിയുടെ പിന്നിൽ അസ്ഥി പ്രൊജക്ഷനും ചെറിയ മുള്ളുകളും ഉണ്ടായിരുന്നു. ഇത് പ്രധാനമായും സസ്യഭോജിയായിരുന്നു. ഇലകളും വിത്തുകളും മറ്റു ഫലങ്ങളും ചെറുതായ മൂർച്ചയുള്ള പല്ലുകൾ കൊണ്ട് ചതച്ച് അരച്ചാണ് ഇത് ഭക്ഷിച്ചിരുന്നത്. എന്നാൽ ചിലപ്പോൾ ചെറിയ ജീവികളെയും ഭക്ഷിക്കാമെന്ന് കരുതപ്പെടുന്നു. ആ ദിവസം ഇത് കടൽ തീരത്തോട് അടുത്ത പ്രദേശത്തേക്ക് നീങ്ങി. അവിടെ പോഷക സമൃദ്ധമായ വിത്തുകളുള്ള മരങ്ങളുണ്ടായിരുന്നു. അമണൈറ്റ് മോളസ്കുകൾ, പല്ലികൾ, മറ്റ് ചെറിയ ജീവജാലങ്ങൾ ഇവയെല്ലാം ഉണ്ടായിരുന്നു. അതേസമയത്ത് പടിഞ്ഞാറൻ വടക്കേ അമേരിക്കയിൽ ഒരു പെൺ ആംഗിലോസോറസ് തൻ്റെ 4 കുഞ്ഞുങ്ങളെയും നയിച്ചുകൊണ്ട് വനത്തിലേക്ക് ഭക്ഷണം തേടിപ്പോയി. ഇത് ഭയാനക രൂപമുള്ള ഒരു ജീവിയായിരുന്നു. ഒരു റൈനോസോറസിൻ്റെയോ പ്രായമായ ആഫ്രിക്കൻ ആനയുടെയോ വലിപ്പമുണ്ടായിരുന്നു. ഇതിൻ്റെ ശരീരം ശക്തമായ അസ്ഥി കവചം കൊണ്ട് മൂടപ്പെട്ടിരുന്നു. ഇതിൻ്റെ വാലിൻ്റെ അറ്റത്ത് ഒരു വലിയ ക്ലബ് പോലുള്ള ഘടനയുണ്ടായിരുന്നു. എന്നാൽ ഈ ഭയപ്പെടുത്തുന്ന രൂപത്തെക്കാളും ഇതിനെ വ്യത്യസ്തമാക്കുന്നത് ഇത് മാംസബുക്കായിരുന്നില്ല എന്നതാണ്. ഇതൊരു സസ്യഭോജിയായിരുന്നു. ഈ അമ്മ തൻ്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നതിനു വേണ്ടി മാത്രമായിട്ടാണ് വാൽ ഉപയോഗിച്ചിരുന്നത്. അവർ പുതിയതായി രൂപം കൊണ്ട റോക്കി മൗണ്ടൻസ് പ്രദേശത്തുള്ള വലിയ ഭീകരമായൊരു വനത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു. ബഹിരാകാശത്ത് ആസ്ട്രോയിഡ് ഭൂമിക്ക് നേരെ പാഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇമ്പാക്റ്റ് സംഭവിക്കുന്നതിന് 2 മണിക്കൂറുകൾ മുമ്പ് ഭൂമിയിൽ മറ്റൊരു പ്രദേശത്ത് ഒരു വലിയ സംഭവം അരങ്ങേറി. ഒരു കാർണോടോറസ് തെറ്റായി ടീറസ് വസിക്കുന്ന പ്രദേശത്തേക്ക് കടന്നു ചെന്നു. അത് ഉടമയെ സമയത്ത് ശ്രദ്ധിച്ചില്ല. കാർണോടോറസ് മണിക്കൂറിൽ 50 കിലോമീറ്റർ വേഗതയിൽ ഓടാൻ കഴിയുന്ന ഒരു ഭീകരനാണ്. എന്നാൽ ടീറക്സിന് 40 കിലോമീറ്റർ വേഗത മാത്രമേ സാധിക്കൂ. അതിൻ്റെ ഗന്ധം മുൻപേ തന്നെ മനസ്സിലാക്കിയതുകൊണ്ട് ടീറസ് കാർണോടോറസിനെ അപ്രതീക്ഷിതമായി കണ്ടു. ടീറക്സിന് ഏറ്റവും മികച്ച വാസനാശക്തിയും കൃത്യമായ കാഴ്ചശക്തിയും ഉണ്ടായിരുന്നു. അതിൻ്റെ കണ്ണുകൾ ബൈനോക്കുലറുകളായിരുന്നു. ഇത് ഇരയുടെ ദൂരം കൃത്യമായി തിരിച്ചറിയുവാൻ സഹായിച്ചു. തുടർന്ന് ടീറസ് ശക്തമായി അതിനെ ആക്രമിച്ചു. സ്വന്തം പ്രദേശത്തെ സംരക്ഷിക്കുന്നതിനും ഭക്ഷണം കണ്ടെത്തുന്നതിനുമായി സ്വന്തം സ്പീഷ്യസിനെ പോലും ടീറക്സുകൾ മാംസമായി കഴിക്കുമായിരുന്നു.
കാർണോടോറസിന് ഇതിനെതിരെ പോരാടേണ്ടി വന്നു. എന്നാൽ ഭാരം, ശക്തി ഇതെല്ലാം ടീറക്സിനായിരുന്നു കൂടുതൽ. ഇത് കാർണോടോറസിനെ കീറി മുറിച്ചു. തുടർന്ന് അതിനെ ഭക്ഷണമാക്കുവാൻ തുടങ്ങി. എന്നാൽ ഇത് ആകാശത്ത് വലുതായിക്കൊണ്ടിരിക്കുന്ന പ്രകാശം ശ്രദ്ധിച്ചിരുന്നില്ല. ഇമ്പാക്റ്റിന് വെറും 10 മിനിറ്റുകൾ മാത്രം മുൻപുള്ള സമയം. ആ സമയത്ത് ഒരു വലിയ ആസ്ട്രോയിഡ് ഭൂമിയിലേക്ക് സമീപിച്ചു. ഇത് ചില നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഭൂമിയിലെ 75% ജീവനുകളെയും ഇല്ലാതെയാക്കും. 1980-ലാണ് ശാസ്ത്രജ്ഞർ അന്നത്തെ സംഭവം ഇതുപോലെയാണ് നടന്നത് എന്ന് കണ്ടെത്തിയത്. ഈ ദുരന്തത്തിന് കാരണം ആ വലിയ ആസ്ട്രോയിഡ് ആണ് എന്ന് അവർ മനസ്സിലാക്കി. അവർ 66 മില്യൺ വർഷം പഴക്കമുള്ള മണ്ണിൽ ഇറിഡിയം കൂടുതലായി കണ്ടെത്തി. ഇത് ഭൂമിയിൽ അപൂർവമായ ലോകമാണ്. എന്നാൽ ആസ്ട്രോയിഡുകൾക്കുള്ളിൽ ഇത് വളരെയേറെ കൂടുതലാണ്. പിന്നീട് യുഗറ്റൻ പ്രദേശത്ത് 180 കിലോമീറ്റർ വ്യാസമുള്ള ചിക് സുബുലുബ് ക്രേറ്റർ കണ്ടെത്തി. ഇത് ഡൈനോസർ നാശത്തോട് പൊരുത്തപ്പെടുന്നു. ഇതിൽ ഇറിഡിയം വളരെയേറെ കൂടുതലായി കണ്ടെത്തുകയും ചെയ്തു. കൂടാതെ ന്യൂജേഴ്സിയിലെ ഖനികളിൽ ഒരേ ദിവസത്തിൽ മരിച്ച 25,000 ജീവജാലങ്ങളുടെ ഫോസിലുകൾ കണ്ടെത്തി. ഇതെല്ലാം അന്ന് ആസ്ട്രോയിഡ് ഭൂമിയിൽ വന്നിടിച്ചതിൻ്റെ വലിയ തെളിവായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇനി നമുക്ക് ആ സമയത്തേക്ക് പോകാം. ഇമ്പാക്റ്റ് സംഭവിക്കുന്നതിന് 2 മിനിറ്റുകൾക്ക് മുമ്പ് ഒരു 10 കിലോമീറ്ററിലും കൂടുതൽ വലിപ്പമുള്ള വലിയ പാറ ഭൂമിയുടെ അന്തരീക്ഷത്തിനുള്ളിലേക്ക് കടന്നു. ഗുരുത്വാകർഷണം കാരണം അത് ഏകദേശം 20 കിലോമീറ്റർ പെർ സെക്കൻഡ് എന്ന വലിയ വേഗതയിൽ സഞ്ചരിച്ചു. വായുവുമായുള്ള ഘർഷണം കാരണം അത് വളരെയേറെ ചൂടായി സൂര്യനേക്കാളും പ്രകാശിക്കാൻ തുടങ്ങി. ആ സമയത്ത് രാത്രിയാകാശം മുഴുവൻ തീജ്വാലയായി മാറി. എല്ലാവരും ആകാശത്തേക്ക് നോക്കി. ഇതേ സമയം തൻ്റെ ഭക്ഷണത്തിൽ നിന്നും തല ഉയർത്തി ടീറക്സും ആകാശത്തേക്ക് നോക്കി. എന്നാൽ അതിൻ്റെ കണ്ണുകൾ പ്രകാശം കൊണ്ട് കത്തിക്കരിഞ്ഞുപോയി. ചൂടതിൻ്റെ ചർമ്മം കരിച്ചു കളയുവാൻ തുടങ്ങി. അതിനുശേഷം അതിൻ്റെ ശരീരത്തിൽ നിന്നും തീ സസ്യങ്ങളിലേക്ക് ആളിപ്പടർന്നു. തുടർന്ന് ആസ്ട്രോയിഡ് കാഴ്ചയിൽ നിന്നും മറിഞ്ഞുപോയി. ഇപ്പോഴും ആസ്ട്രോയിഡ് ഭൂമിയുടെ ഉപരിതലത്തിൽ പതിച്ചിട്ടില്ല. ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം അത് മെക്സിക്കോ ഗൾഫിൽ ഇടിച്ചിറങ്ങി. ഈ ഇടിയുടെ ഊർജം എന്നത് ഏകദേശം 10 ബില്യൺ ഹിരോഷിമ അണുബോംബുകൾക്ക് തുല്യമായിരുന്നു. ഇത് ഭൂമിയുടെ പാളികളിലേക്ക് ഏകദേശം 20 കിലോമീറ്റർ ആഴത്തേക്ക് കുത്തിക്കയറിപ്പോയി. ഭൂമി മുഴുവൻ നടുങ്ങി. ശബ്ദത്തേക്കാൾ വേഗതയിൽ ഷോക്ക് വേവുകൾ പടരാൻ തുടങ്ങി. അവ ജീവജാലങ്ങളെ തകർത്തെറിഞ്ഞു. അവ പലതും വായുവിലേക്ക് ഉയർന്നു പൊങ്ങിപ്പോയി. ടീറക്സ് ഉടനടി മരിച്ചുപോയി. അലാമോസോറസ് കൂട്ടം മുഴുവൻ നശിച്ചു. അങ്കിലോസോറസ് കുടുംബം തീയിൽ വെന്തു മരിച്ചു. തുടർന്ന് ആസ്ട്രോയിഡ് 15 ട്രില്യൺ ടൺ കല്ലുകൾ അന്തരീക്ഷത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുപോയി. അവയിൽ പലതും ബഹിരാകാശത്തേക്കും പോയി. ബാക്കിയുള്ളവ ഭൂമിയിലേക്ക് തിരികെ വീണു. ചൂടുള്ള കല്ലുകളുടെ മഴയും ഗ്ലാസ് മഴയും പെയ്യാൻ തുടങ്ങി. ഇത് അനേകം ജീവജാലങ്ങളെ കൊന്നുതള്ളി. അതേസമയം തന്നെ കടലിൽ 100 മീറ്റർ ഉയരമുള്ള വലിയ സുനാമി തിരമാലകൾ രൂപപ്പെട്ടു. അവ ഭൂഖണ്ഡങ്ങളിലേക്ക് ആഞ്ഞടിച്ചു. പാച്ചി സെഫാലോസോറസ് വെള്ളത്തിലടിഞ്ഞു. തുടർന്ന് ഭൂകമ്പങ്ങൾ 11.2 മാഗ്നിറ്റ്യൂഡ് വരെ ഉണ്ടായി. അഗ്നിപർവ്വതങ്ങളെല്ലാം പൊട്ടിത്തെറിക്കാൻ തുടങ്ങി. ബില്യൺ ടൺ പൊടി, ചാരം, പുക ഇവയെല്ലാം അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു. പിന്നീട് അവ തിരിച്ചു വരുമ്പോൾ വലിയ ചൂട് സൃഷ്ടിക്കപ്പെട്ടു. ഏകദേശം 150 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയർന്നു. വലിയൊരു ഭീകരമായ ചൂടുമേഘം ഭൂമിയെ മുഴുവൻ കത്തിക്കാൻ തുടങ്ങി. മിക്ക ജീവജാലങ്ങളും ഈ തീയിൽപ്പെട്ട് നശിച്ചുപോയി. ചില ജീവികൾ ഗുഹകൾക്കുള്ളിൽ ഒളിച്ചിരുന്നുവെങ്കിലും പിന്നീട് അവയും കൊല്ലപ്പെട്ടു. തുടർന്ന് സൾഫർ സംയുക്തങ്ങൾ കാരണം ആസിഡ് മഴ പെയ്യാൻ തുടങ്ങി. ഇത് മണ്ണിനെയും വെള്ളത്തെയും വിഷമയമാക്കി മാറ്റി. പൊടി, ചാരം, പുക ഇവയെല്ലാം കട്ടികൂടി സൂര്യപ്രകാശത്തെ തടഞ്ഞുവെച്ചു. അങ്ങനെ ഭൂമി ഇരുട്ടിലായി മാറി. താപനില ഏകദേശം 28 ഡിഗ്രി സെൽഷ്യസിലേക്ക് കുറഞ്ഞു. ഇമ്പാക്റ്റ് വിൻ്റർ ആരംഭിച്ചു. ഭക്ഷണമില്ലാതായതോടെ മിച്ചമുണ്ടായിരുന്ന ഡൈനോസറുകൾ ഓരോരുത്തരായി മരിച്ചു വീണു. പല വർഷങ്ങൾക്ക് ശേഷം സൂര്യപ്രകാശത്തെ തടഞ്ഞു വെച്ചിരുന്ന പൊടിപടലങ്ങളെല്ലാം മാറി തുടങ്ങി. സൂര്യപ്രകാശം അങ്ങനെ ഭൂമിയിലേക്ക് തിരികെ എത്തി. സസ്യങ്ങൾ വീണ്ടും വളരാൻ തുടങ്ങി. ആദ്യം ഫേൺസും തുടർന്ന് പൂക്കുന്ന സസ്യങ്ങളും പുല്ലുകളും എല്ലാം വളർന്നു. ഈ സാഹചര്യങ്ങളിൽ ചെറിയ സസ്തനികൾ ജീവിച്ചു തുടങ്ങി. ചിലത് നിലത്തിനടിയിൽ ഒളിച്ചു, ചിലത് മരങ്ങളിൽ താമസിച്ചു. അവ വേഗതയിൽ പ്രജനനം നടത്തി. കുറഞ്ഞ ഭക്ഷണത്തിൽ ജീവിച്ച് ഇവയാണ് പിന്നീട് വളർന്ന് ഈ ഭൂമിയെ ഇന്ന് നിയന്ത്രിക്കുന്നത്.
ഈ പരിണാമ വിജയമാണ് ഒടുവിൽ ഹോമോസാപ്പിയൻസ് എന്ന മനുഷ്യനെ സൃഷ്ടിച്ചത്. ഇന്ന് നമ്മളാണ് ഈ ഭൂമിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവികൾ. നമ്മളാണ് ഇന്ന് ഈ ഭൂമിയെ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഡൈനോസറുകളെ പോലെ 160 മില്യൺ വർഷത്തോളം നമ്മൾ ഈ ഭൂമിയിൽ ഭരണം നടത്തുമോ? ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുകൾ കൂടെ ഉണ്ടാകണം. നല്ലൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.